Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമസ്കാരം കുട്ടികളെ. ലിവറുകൾ നമ്മുടെ ജോലി എങ്ങനെയാണ് എളുപ്പമാക്കുന്നത് എന്ന് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് പരിശോധിക്കാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ആണി പറിച്ചെടുക്കുന്ന ഒരു നെയിൽ പുള്ളർ ആണിത്. നമുക്ക് ആദ്യം ഇതിന്റെ വിഭാഗം കണ്ടെത്താം. ഭാഗം എയിലെ ചോദ്യം ഇതാണ്: ഇത് ഏത് വർഗത്തിൽപ്പെട്ട ഉത്തോലകമാണ്? എന്തുകൊണ്ട്? നമുക്ക് ഈ ഉത്തോലകത്തിന്റെ ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇതൊരു ഒന്നാം വർഗ ഉത്തോലകമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? കാരണം ഇതിൽ ധാരം അഥവാ ഫൾക്രം സ്ഥിതി ചെയ്യുന്നത് രോധത്തിനും യത്നത്തിനും ഇടയിലാണ്. ധാരം നടുവിൽ വരുന്ന എല്ലാ ഉത്തോലകങ്ങളും ഒന്നാം വർഗത്തിൽപ്പെട്ടവയാണ്. ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ വശങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ആണി പറിച്ചെടുക്കാൻ നമ്മൾ 50 ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വന്നു എന്ന് കരുതുക. ഈ ഉപകരണത്തിന്റെ യാന്ത്രിക ലാഭം 5 ആണെങ്കിൽ ആണിയിൽ അനുഭവപ്പെട്ട രോധം എത്രയാണ്? നമുക്ക് കണക്കാക്കി നോക്കാം. ഇത് പരിഹരിക്കാനായി നൽകിയിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് ആദ്യം എഴുതാം. പ്രയോഗിച്ച ബലം അഥവാ യത്നം E = 50 ന്യൂട്ടൺ. ഉപകരണത്തിന്റെ യാന്ത്രിക ലാഭം M = 5, അതായത് നമ്മുടെ ബലത്തെ 5 മടങ്ങായി ഇത് വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ സമവാക്യം ഒന്ന് നോക്കാം. യാന്ത്രിക ലാഭം രോധം ഹരിക്കണം യത്നം. വിലകൾ സമവാക്യത്തിൽ നൽകുമ്പോൾ 5 രോധം ഹരിക്കണം 50. രോധം കണ്ടെത്താനായി സമവാക്യം നമുക്കൊന്ന് ക്രമീകരിക്കാം. രോധം 5 ഗുണിക്കണം 50. ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം 250 ന്യൂട്ടൺ. അതായത് നമ്മൾ വെറും 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ ലിവറിന്റെ സഹായത്താൽ ആണിയിൽ 250 ന്യൂട്ടൺ ബലം ചെലുത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതാണ് ശാസ്ത്രം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി. ഹാപ്പി ലേണിംഗ്.